ആ സമയത്താണ് ഞാൻ വേറൊരു സിനിമ ഞാൻ എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ജയനോടൊന്ന് പറഞ്ഞു, ജയനൊന്ന് ഒരുപാട് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് മൂവികളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഒരാൾ. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ റെമ്യൂണറേഷൻ മതി, അത് ഇഷ്ടമുള്ള സമയത്ത് തന്നാൽ മതി. അത്രയും കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ പകുതിയിലായപ്പോൾ ജയൻ വേറൊരു സിനിമയിൽ I'll do movies in future, but this film will be remains a special film because of Madhu Ambat sir, the legendary, അത് വന്നപ്പോൾ പിന്നെ കുറേ കോമഡി അതിനകത്തുണ്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ നർമ്മ മുഹൂർത്തങ്ങൾ. അത് ശശിക്കും സംശയം ഉണ്ടായിരുന്നു, എനിക്കും സംശയം ഉണ്ടായിരുന്നു, ഈ നർമ്മ മുഹൂർത്തങ്ങൾ എങ്ങനെ ജയൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ജയൻ വളരെ ബുദ്ധിപൂർവമായിട്ട് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെപ്പോലെ മാനസികമായിട്ട് മാറിയിട്ട് ആ വേഷം ചെയ്തു. Like it's like I never seen such a beautiful movie. Each and every shot like a painting. That's what I was talking about. Like, I was asking so many questions like, sir, how did you do that shot? How did you do this? How Mamukkan like acted? How was the experience? ഞാൻ പോയില്ല. ഞാൻ മദ്രാസിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ പോയില്ല. അതെനിക്കൊരു വലിയ ബ്ലോ ആയിരുന്നു. കാരണം അദ്ദേഹത്തെ വെച്ച് പകുതി സിനിമ എടുക്കുകയും നല്ല വിലയ്ക്ക് ഗൾഫിലും ഒക്കെ വിൽക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. പ്രണയം തുടങ്ങുന്നത് അവളുടെ രാവുകൾ എന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ ഞാൻ ആ പടത്തിൽ സ്ക്രിപ്റ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷൂട്ടിങ്ങിന് ഞാൻ പോയില്ല. ഞാൻ പിന്നെ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂട്ടിങ്ങിന് പോകാൻ ഒക്കാതെയായി. മധു അവാർഡല്ല, സിനിമയാണ് ഇഷ്ടപ്പെട്ടത്. ഉദാഹരണം വെച്ചാൽ ഞങ്ങളുടെ സിനിമ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ്, അതുവരെ ചെയ്ത സിനിമകൾക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ സ്റ്റാലിൻ വിതരണം ചെയ്യുന്നത്. ആ പുരസ്കാരത്തിന് മധുവാണ്. അപ്പോൾ മധു പറഞ്ഞു, ഞാൻ വരുന്നില്ല, കാരണം എനിക്കിവിടെ ഷൂട്ടുണ്ട്. അതിനെ വളരെ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇത് പൊതുജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് കിട്ടാവുന്ന സഹാനുഭൂതി എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതെന്നെ ദുഃഖിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാറ്റിക്. പിൻവാതിൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട 53 വർഷം സിനിമയിൽ ഛായാഗ്രഹകനായി പ്രവർത്തിക്കുന്ന മധു അമ്പാട്ട് സാറ്, ജെസി ജോർജ് സാറ്, അതുപോലെ തന്നെ മിഹറ കന്നഡ താരമാണ് അതിശ്വ ഗോവിന്ദേട്ടൻ. നമസ്കാരം. ഇത് രണ്ടുപേരും നല്ല ആത്മബന്ധമുള്ളവരാണോ? പണ്ട് തൊട്ടേ രണ്ടുപേരും ഒരേ സമയങ്ങളിൽ തന്നെ സിനിമയിൽ വന്നവരാണല്ലേ? അതെ, സിനിമയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ മുതൽ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. അതിനുശേഷമാണ് ഒരുമിച്ച് ഏതാണ്ട് സിനിമയിൽ വന്നത്. മധു അമ്പാട്ടിൻ്റെ അച്ഛൻ നിർമ്മിച്ച ഒരു സിനിമയുണ്ട്, സരിത. അതിൽ ആദ്യമായിട്ട് എന്നെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചത് മധു അമ്പാട്ടാണ്. തിരക്കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. മികച്ചൊരു ഛായാഗ്രഹം എഴുതുന്നവരെ ബോളിവുഡില് പോലും ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഛായാഗ്രഹം പോയത് സാറാണ്. അത് പലർക്കും പക്ഷെ എങ്ങനെ അറിയില്ല അല്ലേ? സാറിന് ആദ്യം നമുക്ക് പിൻവാതിൽ വരെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഒരുപാട് എക്സ്പീരിയൻസ് പറയേണ്ടി വരും. അപ്പോൾ അത് വേണ്ട, ഇവിടുന്ന് ബെറ്റർ. പിൻവാതിൽ പറഞ്ഞിട്ട് നമുക്ക് അപ്പം സാർ പഴയ തലമുറയുടെ കൂടിയും പുതിയ തലമുറയുടെ കൂടിയും സിനിമകൾ ഇപ്പം ചെയ്യാൻ തുടങ്ങി. അപ്പം എല്ലാവരുടെയും കഥാപാത്രങ്ങളും ഈ സിനിമ എന്താണെന്ന് ഒന്ന് പറയാമോ? അവരോട് വർക്ക് ചെയ്തപ്പോൾ ഷി വാസ് 18 years old. അതേ സമയത്ത് ഞാൻ അയ്യരോട് വർക്ക് ചെയ്യുന്നത് 81 years old. അയ്യർ ഫ്രം 18 തൊട്ട് 81 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ 53 വർഷമായല്ലോ അല്ലേ? അപ്പം സാറ് ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പം എങ്ങനെയാണ് ഈ പിൻവാതിൽ എന്നൊരു സബ്ജക്റ്റിലേക്ക് എത്തുന്നത്? സ്റ്റോറി അപ്പീലിംഗ് ആയിരുന്നു. പിന്നെ ജോർജ്
ഫ്രണ്ട്ഷിപ്പും ലോങ് ഫ്രണ്ട്ഷിപ്പ്. സ്ക്രിപ്റ്റ് അയച്ചു തന്നു ജോർജ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. ജോർജേട്ടാ പറഞ്ഞിട്ടുണ്ട്, മധുകുമാർ സാറിലേക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല നല്ല സംവിധായകരും തിരക്കഥാകൃത്തും ആണെങ്കിൽ മാത്രമേ ഞാൻ ക്യാമറ ചലിപ്പിക്കാറുള്ളൂ, അതാണ് എന്റെ മാനദണ്ഡം. ശരിക്കും എങ്ങനെയാണ് പിൻവാതിൽ എന്താണ്, അതുകൊണ്ടാണ് മധുകുമാർ സാർ പറഞ്ഞത് ഈ സിനിമയെ കുറിച്ച്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആദ്യമായിട്ട് വരാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എത്രയോ കാലമായിട്ട് ഈ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാളായിരുന്നു. ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം റിയലിസ്റ്റിക്കായ പിക്ചേഴ്സ്, റിയലിസ്റ്റിക്കായ സമീപനമുള്ള ഇത്. അതിനുശേഷം ഒരു ചേഞ്ചിന് വേണ്ടിയല്ല, ഈ മിക്കവാറും എല്ലാ മാനസിക സംഘർഷമുള്ള വ്യക്തികളുടെ ജീവിതമാണ് എൻ്റെ മറ്റ് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇതിൽ മാത്രം ഒരു സമൂഹത്തെ ഒന്നാകെ കാണാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. അതിന് പ്രധാന കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാർട്ടൂൺ വരയ്ക്കും. പലതും അയക്കാറില്ല, അയച്ചാൽ തന്നെ പലതും ഇടാറില്ല, അപൂർവമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാർട്ടൂണിസ്റ്റ് ആവാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. വേറെ പലതിലും വളരെ ഈസി ആയിട്ട് ഞാൻ സിനിമയിലും നാടകത്തിലും ഒക്കെ കയറിയെങ്കിലും ഇതിനകത്ത് എൻ്റെ വര മോശമാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഈ ഒരു ആഗ്രഹം, അപ്പോൾ ഈ കാർട്ടൂണുകളെ ഞാൻ ഈ സിനിമയായിട്ടൊന്ന് സന്നിവേശിപ്പിച്ചു. അങ്ങനെയാണ് ഈ ഒരു ചിന്ത വന്നത്. സമൂഹത്തെ ഒന്നായി കാണാൻ തുടങ്ങിയപ്പോഴും അതിനൊരു റിയലിസ്റ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗൗരവമായി പോകും. പിന്നെ നമ്മൾ സത്യം പറയേണ്ടി വരും. പലരുടെയും നേരിട്ടുള്ള ജീവിതം അതിനകത്ത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഒരു ഇമാജിനറി വില്ലേജ്, അതെ, സറ്റയറായിട്ട് എടുത്തത്. പക്ഷെ ഒരു ഊതിപ്പിരിപ്പിച്ച കഥാപാത്രങ്ങളാണ്, യുക്തിക്ക് നിരക്കാത്ത സംഭവങ്ങളാണ്. ഇതൊക്കെയാണെങ്കിലും ഒരു റിയലിസ്റ്റിക് പിക്ചറിൻ്റെ എല്ലാ വ്യാകരണങ്ങളും, അതായത് കഥാപാത്രങ്ങളുടെ വളർച്ച, സംഘർഷം, ക്ലൈമാക്സ്, ഇതെല്ലാം അത് തന്നെ വെച്ചു. അപ്പോൾ മധുവും പാട്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ മധുവും പറഞ്ഞു, ഇതിങ്ങനെ ഇട്ട് ഒരു ഊതിപ്പിരിപ്പിച്ച ഇത് അസംബന്ധ സിനിമ തന്നെയാവട്ടെ, പക്ഷേ റിയലിസ്റ്റിക്കായ ഫോട്ടോഗ്രാഫി ഇതിന് വേണ്ടി വരും എന്ന് പറഞ്ഞു. അത് തന്നെ ചെയ്തു. അത് ഇതിന് അതെല്ലാം ഗുണം ചെയ്യുകയും ചെയ്തു. ഒരുപാട് സിനിമകൾ ചെയ്തു, സീരിയൽ ചെയ്തു, ഒരുപാട് കോമഡി കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പിൻവാതിലെ ക്യാരക്ടർ? എങ്ങനെയാണ്? സ്വാഭാവിക പറ്റിയില്ല. അങ്ങനെ വേണ്ടൊരു സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ കഥാപാത്രം പറഞ്ഞു, ചെയ്യാവുന്ന ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യും പറഞ്ഞു. മധുകുമാർ സാറാണ് ക്യാമറ. അത് ഭയങ്കര ത്രില്ലായി. കാരണം മധുകുമാർ സാറിനെ കൂടെ ഒരു ലോകം അറിയപ്പെടുന്ന ഒരു ക്യാമറമാൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയുക ഒരു ഭയങ്കര ആവേശമായിരുന്നു. ഒപ്പം ഒരു ചെറിയ പേടി. അങ്ങനെ അവിടെ ചെന്ന് ഷൂട്ട് തുടങ്ങി. ഫസ്റ്റ് ഡേയിൽ എൻ്റെ ഷൂട്ട് തുടങ്ങി. കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര റിലാക്സേഷനാണ്. ഡയറക്ടറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. ക്യാമറ മത്സരമാണെങ്കിൽ വലിയ സപ്പോർട്ടീവ്. അപ്പം നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാവോ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത് കൂടുതൽ ആവേശം കഥാപാത്രം. ആ കഥാപാത്രം ഒരു സ്വന്തം ക്യാരക്ടറാണ്, ഒരു അത് കൂടുതൽ ചെയ്യാനുള്ള ആവേശം തോന്നും. അതിൽ ഒരുപാട് അതുകൊണ്ട് അവരുടെ ഭയങ്കരമായ സപ്പോർട്ടും പിന്തുണയും അതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നമ്മളെ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് വളരെ സാറ്റിസ്ഫാക്ടറിയോടുകൂടി ചെയ്യാൻ പറ്റും. അതെനിക്ക് പൂർണ്ണമായ സാറ്റിസ്ഫാക്ടറി അത് കിട്ടി. അതിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ എൻ്റെ ഡയറക്ടർ കൊണ്ടുവന്നോ എൻ്റെ ക്യാമറ മനസ്സാകുന്നുണ്ടോ എനിക്കറിയില്ല. ഇയാൾ പ്രേക്ഷകരുടെ കണ്ടു തീരുമാനിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയെ ഇന്ത്യൻ ലോകോത്തര നിലവാരത്തിലേക്ക് ഇന്ത്യൻ സിനിമയെ എത്തിച്ച ഒരു എന്താ പറയാ വൈശാഖിയും അവരും ഒക്കെ കണ്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ആ ഛായാഗ്രഹണമൊക്കെ ആ വൈശാഖിക്കകത്ത് ആ മുഖേറ്റ് വരുന്ന ഇതൊക്കെ ഉണ്ട്. അത്
മനസ്സികമായാണ് ഞാൻ നിൽക്കുന്ന ആ ഇതാണ്. പിന്നെ പിന്നെ ലോകപ്രശസ്ത മനുഷ്യനായിരുന്ന പാകിസ്ഥാൻ സാറിന്റെ കൊണ്ടുപോയി പോയി കേട്ടിട്ടുള്ള അപ്പൊ ആ ഒക്കെയുള്ള ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ സിമ്പിളായ വളരെ സപ്പോർട്ടീവായ കലാകാരനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്രത്തോളം നോർമലാണ് ഒരു യുവനായ മനുഷ്യനാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് ഒരുപാട് സന്തോഷപ്പെട്ടു. അദ്ദേഹത്തിനോടുള്ള പരിചയം ഒരുപാട് സന്തോഷം. അതിന് ജോലി സാഹിബ് ഒരുപാട് സന്തോഷിച്ചു. അതിഷ രണ്ടാമത്തെ മൂവിയാണ് ലീഡ് റോളിൽ വരുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, കരിമ്പലയില് ജയൻ സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് കഥയൊക്കെ എഴുതിയ ജോൺ സാറിന്റെ ഒരു മൂവിയില് ഒരു നായികയായിട്ട് വരിക, അതുപോലെ മധു അമ്പാട് സാറിന്റെ ഒരു ഫിലിമിൽ വരിക, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? പിൻവാതില് ഓക്കെ ലീഡ് ക്യാരക്ടറാണ്, മികറയാണ് നായിക. ശരിക്കും എൻ്റെ രഘുറാമാണ് റിലീസായ ഫസ്റ്റ് മൂവി എങ്കിലും ഞാൻ ആദ്യം അഭിനയിച്ച മൂവി പിൻവാതിലാണ്. ഇതിൽ അഭിനയിച്ചതുകൊണ്ടാണ് ശരിക്കും രഘുറാമിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. ശരിക്കും സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാസ്റ്റിംഗ് ഇടാന്ന് പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ചേട്ടനാണ് ജോർജ് സാറിനെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ സാർ വിളിച്ചു. പിന്നെ മധു സാറാണ് ക്യാമറ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം ഫസ്റ്റ് ടൈം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പിന്നെ സാറാണെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടെൻഷൻ ആക്കില്ല. പിന്നെ മധു സാറാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കാം. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കന്നഡയില് ഒരുപാട് സിനിമകൾ ചെയ്തു. How did you enter this film, Pinvaadil? Sorry. Firstly, I'm so grateful to be here as a lead actress of Pinvaadil, because to become an actress is my childhood dream. So like beginning that journey from Malayalam film industry, and that too with the Pinvaadil movie, it's truly blessed for me, and it's definitely a very special movie for me in my life. And obviously it's a I'll do movies in future, but this film will be remains a special film because of Madhu Ambat sir, the legendary DOP Madhu Ambat sir, and George sir, extremely talented and very senior, and Gopan sir and Surendra sir, and another actress Atiswa, and we have a very good casting in the movie. So to work with all of them in this movie and to be able to part of such a wonderful movie, it's a really challenging character. So obviously it's like very exciting feeling for me to getting to do as my debut film in Malayalam film industry, because I love Malayalam film industry a lot. I'm actually dreaming a lot to do movies in Malayalam. ഫസ്റ്റ് മൂവി തന്നെ മധു അമ്പാട് സാറിന്റെ ഫ്രെയിമിലൊരു ആക്ട്രസ് ആവാ, ഒരു നായികയാവാ. മധു അമ്പാട് സാറിന്റെ മൂവീസ് കണ്ടിട്ടുണ്ടോ? ജോർജ് സാറിനെ കണ്ടിട്ടുണ്ടോ? മൂവി കണ്ടിട്ടുണ്ടോ? മലയാളം മൂവി? Vaishali, Amaram. I have seen all movies, but I'm so sorry I can't tell the titles. But Madhu sir, I knew him. I've been following him a lot, so I knew all his old movies from 1973. So maximum movies. He directed one movie, 1:1.3, and Amaram 1.6, and Amaram we recently watched it in IFFK 29th Filmfare Awards, and that's my second time. And Vaishali, and I've watched a few other films also. Obviously, it's big fan of Madhu sir, and it's for any actress like it's a dream to be in front of Madhu sir's frame. So like it's yeah, that's how it is, like my dream fulfilled, like through my debut film in Malayalam. ലൈക്ക് അമരം ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് എങ്ങനെ തോന്നി? മമ്മൂക്കയൊക്കെ കണ്ടിട്ട് I was like, Amaram movie when I saw in theater with everyone, like it's like I never seen such a beautiful movie. Each and every shot like a painting. That's what I was talking about. Like, I was asking so many questions like, sir, how did you do that shot? How did you do this? How Mamukkan like acted? How was the experience? Because they're all like seniors, and like, it's like a good experience to learn. And able to watch with Madhu sir, that movie is like again a privileged thing for me. Like so, it's a wonderful movie. Like I really love that. And
Yeah. എങ്ങനെയാണ് ആദ്യത്തെ മൂവി ഇതെല്ലാം തെലുങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മിഹിരനോട്. I was acting in a Telugu film that time, so I met Madhu sir there. തെലുങ്കില് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മൂവി That one movie, like, but you know, I remember Madhu sir appreciated me for one shot, like, you know, it was a bright shot, like നെയിം ഇട്ടിരുന്നില്ല. yeah. ബ്രൈറ്റ് ഷോട്ടിലാണോ അഭിനന്ദിച്ചത്? When I was like, you know, had to express my tears without crying, and I was missing my you know, bridegroom or something like that, like, so I had to express my happiness because, you know, when I saw him. So after that shot, immediately he appreciated me. You expressed through your eyes the whole happiness and the sad, because I'm going to miss him, I'm going to marry some other guy. So I still remember that shot. Because, you know, Madhu sir appreciated me because such a legendary person came, and after the shot I appreciated, you did really well. That like a reward for any actor, no? So that made me you know, all those appreciations, you know, gives a lot of support and confidence to do many more good projects. And എങ്ങനെയാണ് സാർ ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഒരുപാട് ഇവർ തന്നെ മതി അങ്ങനെയല്ല കന്നഡ താരത്തെ സെലക്ട് ചെയ്യുക? എങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ്? ഇത് ഒക്കെ ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ്. വളരെ പെട്ടെന്ന് സിനിമ എടുക്കണമായിരുന്നു. ആദ്യം മധുവിൻ്റെ റെക്കമെൻഡേഷൻ വിഹ്ര എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം സെലക്ട് ചെയ്തത് ഗോവൻ സാറിനെയാണ്. കാരണം ഇതുപോലെ രൂപഭംഗിയും അഭിനയിക്കാനുള്ള കഴിവും ഉള്ള ഒരാളെ മാത്രമേ ഈ ക്യാരക്ടറിന് ഉപയോഗിക്കാൻ പറ്റൂ. സപ്പോസ് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ പടം ഞാൻ എടുക്കില്ലായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു പടമേ എടുക്കുള്ളായിരുന്നു. ഇതിന് പകരം ഒരാൾ വയ്ക്കാൻ ഇല്ല. അപ്പോൾ ഗോവൻ സാർ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ഒപ്പം നിൽക്കുന്ന വേറൊരു ക്യാരക്ടറുണ്ട്, അത് ആരെങ്കിലും പരിചയമുണ്ടോ? ഉടനെ സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നുമില്ല. അദ്ദേഹം വന്നു, അഭിനയിച്ചപ്പോൾ വളരെ കറക്റ്റായിരുന്നു. അതുപോലെയാണ് സുരേന്ദ്രനാണ് അതിശയെ പരിചയപ്പെടുത്തിയത്. അപ്പോഴും ഇതൊക്കെ ഭാഗ്യമാണ്. അതെ, അവിടെ വന്ന ശേഷമാണ് ഞാൻ കാണുന്നത്. അഭിനയിച്ചപ്പോൾ വളരെ പ്രൊഫഷണൽ, ഇതിൽ പ്രോംപ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, അത്രയും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് ചെയ്യുന്നത്. മധുവിന് അത്തരം ആൾക്കാരെയാണ് വളരെ ഇഷ്ടം. കാരണം ഈ തമിഴിലൊന്നും പ്രോംപ്റ്റിങ് പരിപാടി ഇല്ല. എല്ലാം നന്നായിട്ട് പഠിച്ചാലേ ടേക്ക് എടുക്കുകയുള്ളൂ. പക്ഷെ അത് ഒക്കെ സാധിച്ചു. അങ്ങനെ ഓരോ അത് മുഴുവൻ ഭാഗ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ക്യാമറ കണ്ടിട്ടില്ലാത്ത പലരും വളരെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഗോവൻ ചേട്ടാ, സാറിന് പറഞ്ഞു ഗോവൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം എടുക്കില്ലായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, ഗോവൻ ചേട്ടന്റെ ആ ഒരു സംസാര രീതി, ആ ശബ്ദം ഒക്കെ വ്യത്യസ്തനാണ് എല്ലാവരിൽ നിന്നും. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് സന്തോഷം. സ്വാതന്ത്ര്യം കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡാണ്. ഞാൻ എനിക്ക് പടമെടുത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതൊരുപാട് പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അവാർഡ് കിട്ടുന്നതിന് എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തി. കാരണം മലയാളത്തിലെ ലജൻഡുകളായ ഒരുപാട് നടന്മാരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നും. അതൊരുപാട് സന്തോഷം തരും. ആദ്യത്തെ സീൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മധു എന്നോട് പറഞ്ഞു, ഒന്നാം തരം ശബ്ദം, ഗോവൻ സാറിനെ പറ്റി വ്യത്യസ്തതയുള്ള അസാധാരണമായ ശബ്ദം. അതൊരു വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും വളരെ സന്തോഷമായി. ക്ലാരിറ്റി, പിന്നെ ഒരു അപൂർവത, ക്യാരക്ടറിന് പറ്റിയ ശബ്ദം. അത് മധു ഫസ്റ്റ് ഡേ ഈ ഷൂട്ട് കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. മധു സാർ ഒരുപാട് പേരെ ക്യാമറയിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തു. ഭരതൻ സാറിന്റെ കൂടെ എനിക്ക് 9 പടങ്ങൾ അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോൺ എബ്രഹാം സാറ്,
ഇങ്ങനെ എന്താ പറയാ എം ടി സാറ് ഒരു നീണ്ട നിരയാണ്, നമുക്കൊന്നും കാണാൻ പോലും പറ്റാത്ത ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തു. ശരിക്കും അഭിനയത്തിലൊക്കെ എങ്ങനെയായിരുന്നു സാർ എക്സ്പീരിയൻസ്? Mammootty was very involved in the movie. But involvement ആയിരുന്നു അസദ്യ ഇൻവോൾവ് ചെയ്തു. ലൊക്കേറ്റിംഗ് ഹാഫ് ആൻ അവർ നടക്കണമായിരുന്നു, വണ്ടിയൊന്നും പോവില്ല. എന്നും രാവിലെ നടന്നു വരികയായിരുന്നു. നടന്നിട്ടാണല്ലേ? അതെ അതെ, വണ്ടിയിൽ ഇറങ്ങിയിട്ട് നടക്കണം. ലൊക്കേഷനിലേക്ക് വേറെ വഴിയില്ല. ജനറേറ്റർ വലിച്ചത് വേറെ എവിടെ ഇറക്കിയിട്ട് ഷീറ്റ് മാറ്റി മാറ്റിയിട്ടാണ് കൊണ്ടുപോയി. ഒരാഴ്ച എടുത്തു ജനറേറ്റർ വരെ ലൊക്കേഷനിലേക്ക്. ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ മകളോടുള്ള വാത്സല്യ, കരച്ചിലൊക്കെ ആ ക്യാമറ കണ്ണിൽ ഇങ്ങനെ ഒപ്പിയെടുക്കുമ്പോ നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അത് നമ്മൾ ആ സിനിമാറ്റോഗ്രാഫി കാണുമ്പോൾ നമ്മൾ തന്നെ ഒരു കരഞ്ഞു പോവാണ്. ശരിക്കും ആ ഒരു സിനിമക്കൊന്നും ഒരു സംസ്ഥാന അവാർഡ് പോലും കിട്ടാത്തത് ഭയങ്കര വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. ആരെ ഫ്രെയിമിൽ പകർത്തിയപ്പോഴേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ക്യാമറയില്? മിഹിര. മിഹിറയാണോ? അതെ, ഫാന്റാസ്റ്റിക് ആക്ട്രസ് ആണ്. ആ ഒരു കോംപ്ലിമെന്റ് ഭയങ്കരമാണ്. അതല്ല, പണ്ട് തൊട്ടേ ഉള്ളതില് ഒരുപാട് നടിമാര് വിദ്യ പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാമറയിലൂടെ. അപ്പൊ അതില് ഒരാളെ പറയുകയാണെങ്കിൽ ആരായിരിക്കും? മിഹിര. എല്ലാം മിഹിറയാണ്. അൺഡൗട്ടഡ്ലി. ഞാൻ എഴുതിയിട്ട് 2 സ്ക്രിപ്റ്റിലും മിഹിര ഹീറോ. ബ്ലെസ്ഡ് ആണ്. മിഹിര മനസ്സിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്, ഡെത്ത് വിഷ് ഫോട്ടോ സ്ക്രിപ്റ്റ്. മിഹിര മനസ്സിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഡയറക്ടർ. ജോർജ് സാർ, നമ്മളീ പറഞ്ഞത് കരിമ്പൻ, നമ്മളൊന്നും ജെയിംസ് സാറിന്റെ ഒരു സിനിമ പോലും കാണാനുള്ള ഭാഗ്യം നമുക്ക് തിയേറ്ററിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ജെയിംസ് സാറും ഒക്കെ ആയിട്ടുള്ള ഒരു അടുപ്പൊക്കെ? എങ്ങനെയായിരുന്നു നമുക്ക് അറിയാനൊരു ആഗ്രഹമുണ്ടായി. എങ്ങനെയായിരുന്നു ജെയിംസ് സാർ? അതൊരു വലിയ കഥയാണ്. അതായത് ജയൻ നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ബ്രദറ് JC പോൾ അവിടുത്തെ കമാൻഡറായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കീഴിലായിരുന്നു ജയൻ. ഒരിക്കൽ ബ്രദറെ ഞാൻ കാണാൻ പോയപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ നായർ സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ടില്ല, ജയനും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് പാം ഗ്രൂവ് ഹോട്ടലിൽ വെച്ചിട്ട് കാണുന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോളിൻ്റെ ബ്രദറാണ്. എനിക്ക് വലിയ സന്തോഷമായി. അതിനുശേഷമാണ് കരിമ്പന ഞാൻ എഴുതുന്നതും IV ശശി ഡയറക്റ്റ് ചെയ്യുന്നതും. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ പാംഗ്ലൂരിൽ ജോർജിൻ്റെ കൂടെ ജയനേക്കാളും ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജയന് എന്നെ വലിയ ഇഷ്ടമായി. അത് പിന്നെ എനിക്ക് ആ നാട്ടുമ്പുറത്ത് ഒരു വാസ്റ്റ് ക്യാൻവാസിൽ ചെയ്ത ഒരു സിനിമയാണ്. ആ സമയത്താണ് ഞാൻ വേറൊരു സിനിമ ഞാൻ എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ജയനോടൊന്ന് പറഞ്ഞു, ജയനൊന്ന് ഒരുപാട് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് മൂവികളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ റെമ്യൂണറേഷൻ മതി, അത് ഇഷ്ടമുള്ള സമയത്ത് തന്നാൽ മതി. അത്രയും കോപ്പറേറ്റ് ചെയ്തു. പക്ഷേ പകുതിയിലായപ്പോൾ ജയൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയി. അത് പൂർത്തിയാക്കാൻ പറ്റില്ല. എന്നാലും അത്രയും ഒരു ഡൗൺ ടു എർത്ത് ആണല്ലേ. അപ്പം അത്രയും വലിയ റെമ്യൂണറേഷൻ വാങ്ങിക്കുമ്പോ ജയൻ സാർ പറയാണ് ചെറിയ പൈസ മതി, അത് പലപ്പോഴായിട്ട് അത് എന്നോടുള്ള വ്യക്തിപരമായ എൻ്റെ ബ്രദറിനോടുള്ള സ്നേഹം ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കണം. പിന്നെ ചിലപ്പോൾ കരിമ്പനെ വായിച്ചിട്ട് ഇയാൾ മോശമല്ലാതെ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ്. ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സ്നേഹിക്കാനല്ലേ അറിയുന്നൊക്കെ
പറയുന്നത്. നല്ല ഡയലോഗുകളാണ് അവരുടെ ആ പ്രണയ രംഗങ്ങളൊക്കെ, ആ ഒരു ഡയലോഗുകളൊക്കെ നൈസായിരുന്നു. അപ്പൊ അത് നല്ല അഭിനന്ദനങ്ങൾ തന്നായിരുന്നോ അത് എഴുതിയിട്ട്? വളരെ കൂടുതൽ കിട്ടി. കാരണം ജയനെ അതുവരെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് വളരെ സ്റ്റിഫായ ഒരു മനുഷ്യനാണ്. ഞാനിതിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ഒരു വിവരമില്ലാത്ത ഒരു മനുഷ്യൻ ആയിട്ട് കാണിച്ച ആ മനുഷ്യൻ്റെ വളരെ നിഷ്കളങ്കമായ പ്രേമം, മറ്റു കാര്യങ്ങൾ അത് വന്നപ്പോൾ പിന്നെ കുറേ കോമഡി അതിനകത്തുണ്ടായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ നർമ്മ മുഹൂർത്തങ്ങൾ. അത് ശശിക്കും സംശയം ഉണ്ടായിരുന്നു, എനിക്കും സംശയം ഉണ്ടായിരുന്നു ഈ നർമ്മ മുഹൂർത്തങ്ങൾ എങ്ങനെ ജയൻ കൈകാര്യം ചെയ്യുന്നുള്ളത്. പക്ഷെ ജയൻ വളരെ ബുദ്ധിപൂർവമായിട്ട് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെപ്പോലെ മാനസികമായിട്ട് മാറിയിട്ട് ആ വേഷം ചെയ്തു. അത് വളരെ നന്നായിട്ട് വരികയും ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ചും ജയനെപ്പോലെ ഒരു ആചാനബാഹുവായ ഒരു മസിൽമാൻ ലൈറ്റ് നർമ്മ മധുരമായ സീൻസുകൾ ചെയ്തു എന്ന് പറയുന്നത് അതൊരു ജയന് കിട്ടിയ ഒരു വലിയ അപ്രിസിയേഷൻ്റെ കാരണം ഒരു വ്യത്യസ്തമായ. ജയൻ സാറൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനെയുള്ള പാൻസും ആ ഷർട്ടും അങ്ങനെ ഇട്ടിട്ട് തന്നെയാണോ വരുന്ന സെറ്റിലൊക്കെ? ഇല്ലല്ല, വളരെ സിമ്പിളായിട്ട്. അതെ അതെ അതെ. അത് പിന്നെ അന്നത്തെ അത് നന്നായിട്ടൊക്കെ ഒരുക്കി തന്നെയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിലും ഒക്കെ എപ്പോഴും വളരെ കെയർഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാംഗ്രോ ഹോട്ടലിൽ, അപ്പോൾ ഞാനും മധുവും ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും ഞങ്ങളൊരു സ്ക്രിപ്റ്റിന് വേണ്ടി മിക്കവാറും എല്ലാ ദിവസവും പാംഗ്രോവിൽ ഒരു പ്രൊഡ്യൂസറുടെ റൂമിൽ ചെല്ലും. ബാൽത്തസാർ എന്നാണ് എന്നെ ഈ സിനിമയിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹമാണ്. അപ്പോൾ അതിന് തൊട്ടടുത്ത് എപ്പോഴും ജയനുണ്ടാവും അവിടെ. അപ്പോൾ അവിടെ ഈ എക്സസൈസ് എടുക്കാനുള്ള ഉപകരണങ്ങളും ഒരു വിഗും എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാൽത്തസാറിനെ കാണാൻ വരും ജയനെ, ഞങ്ങളെല്ലാം കാണുകയും ചെയ്യും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് എപ്പോഴും ചെയ്തിരുന്നത്. ഒരു മരണം പെട്ടെന്ന് സിനിമ ചെയ്യാനൊക്കെ പറഞ്ഞാൽ മരണം ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് താങ്ങാൻ പറ്റിയിട്ടുണ്ട്. കാണാനൊക്കെ പോയിരുന്നോ? ഞാൻ പോയില്ല. ഞാൻ മദ്രാസിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ പോയില്ല. അതെനിക്കൊരു വലിയ ബ്ലോ ആയിരുന്നു. കാരണം അദ്ദേഹത്തെ വെച്ച് പകുതി സിനിമ എടുക്കുകയും നല്ല വിലയ്ക്ക് ഗൾഫിലും ഒക്കെ വിൽക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് എല്ലാവർക്കും മലയാള സിനിമയ്ക്ക് ഒരു പെട്ടെന്നുണ്ടായൊരു നഷ്ടമായിരുന്നു. യാതൊരു സംശയമില്ല. ഓർക്കാറുണ്ടോ ആ ഒരു ഷൂട്ടിംഗ് മൊമെന്റ്സ്? അതൊക്കെ ഓർക്കാറുണ്ടോ? നിങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഒപ്പം ജോലി ചെയ്തിരുന്ന പലരും പോയി. ഒന്നാം ബാൽത്തസാർ, പിന്നീട് ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായിരുന്ന ഗോവിന്ദൻ. അപ്പം ഞങ്ങൾ കണ്ടുമുട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ പറയും, ദുഃഖിക്കും. പിൻവാതിൽ വന്നപ്പോ മലയാള സിനിമ ഒരുപാട് മാറി. ഒരുപാട് നാളായി സിനിമകൾ ചെയ്തിട്ട് പിന്നീട് വീണ്ടും വരുവാണ്. അപ്പൊ മലയാള സിനിമയുടെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? മാറ്റം ഒരു ഗ്രാജുവലായിട്ട് തന്നെയാണ് വന്നത്. ഒരു വ്യത്യാസം, ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ നാടകത്തിലെ പ്രധാന തോപ്പിൽ ഫാസിയും KT മുഹമ്മദും SL സദാനന്ദനും ഏതാണ്ട് നാടകം വിജയിച്ച നാടകങ്ങൾ അങ്ങനെ തന്നെ സ്ക്രീനിലേക്ക് പകർത്തിയാണ്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഒക്കെ വന്നപ്പോഴേക്കും ഈ നാടകത്തെ അതിൻ്റെ ചട്ടക്കൂടിലെ മോശമായ ചട്ടക്കൂടിനെ തകർത്തിട്ട് ഒരു പുതിയ ഒരു പാറ്റേൺ ഉണ്ടാക്കി. അതിൻ്റെ ആൾക്കാരായിരുന്നു ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ. ഇവർ ഒരുപാട് കളിയാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ നിന്നു. പക്ഷേ അവരുടെ സ്റ്റൈലാണ്. ദൃശ്യങ്ങളിലൂടെ കഥ പറയുക എന്നുള്ളത് ഇവരാണ് കൊണ്ടുവന്നത്, ഈ പഠിച്ച ആൾക്കാർ. ഇതിനു മുമ്പ് ഡയലോഗിൽ കൂടെ കഥ പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയിൽ ചെല്ലുമ്പോഴും എൻ്റെ ഉദ്ദേശം, ഞാൻ നാടകത്തിൽ നിന്നുകൊണ്ട് ആ ഡയലോഗിൽ കൂടെ കഥ പറയണം എന്നുള്ളതായിരുന്നു ചിന്ത. പക്ഷേ ഇവരോടൊക്കെയുള്ള സാമീപ്യം കൊണ്ടും ഒക്കെ ഇത് ദൃശ്യത്തിലേക്ക് മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ച് അതിലൂടെ ഒക്കെ അത് ഐ വി ശശിക്കും ഒരു വലിയ പങ്കുണ്ടായിരുന്നു. എൻ്റെ ഐ വി ശശിയോടൊപ്പം ഞാൻ 3 വർഷം ഒരേ റൂമിൽ താമസിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഐ വി ശശിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നെങ്കിലും ഞങ്ങൾ ഈക്വലായിട്ട് പേര് പറഞ്ഞ് വിളിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. തീർച്ചയായിട്ടും. ഐ വി ശശിയെ ഞാൻ ആദ്യം കാണുന്നത് ഒരു
ഞങ്ങൾ അടുത്ത കാറ്റ് വിതച്ചൽ എന്ന് പറഞ്ഞൊരു ഒരു സിനിമയുണ്ടായിരുന്നു, ക്രിസ്ത്യൻ മീഡിയ സെൻറ്റർ അവതരിപ്പിച്ച്. അതിൻ്റെ കലാസംവിധാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആലപ്പി ഷെറീഫ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. ഷെറീഫ് പരിചയപ്പെടുത്തിയത് കലാസംവിധാനമാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഇദ്ദേഹം പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യും. ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ സംശയത്തോടെ നോക്കി, ഇത്രയും ഒക്കെ ഒരാളിൽ ഉണ്ടാവുമോ? പക്ഷേ ഇതെല്ലാം ആയിരുന്നു. ശശിയോട് ഏതാണ്ട് ഭരതനെ പോലെ ഒരു ആയിരുന്നു. അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നവരും ആയിരുന്നു, ഈ ഭരതനും ശശിയും. പക്ഷേ ശശി കുറച്ചുകൂടെ കമേഴ്ഷ്യലാകാൻ ശ്രമിച്ചു. കരിമ്പനയിലായിരുന്നു സീമ ചേച്ചിയായിട്ടുള്ള ഐ.വി. ശശിധരന്റെ പ്രണയം തുടങ്ങുന്നത്. അല്ല അതിനു മുമ്പേ. ആ പ്രണയത്തെ കുറിച്ചൊക്കെ അറിയായിരുന്നു അന്നേരം? പ്രണയം തുടങ്ങുന്നത് അവളുടെ രാവുകൾ എന്ന. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ കല്യാണം. അങ്ങനെ ഞാൻ ആ പടത്തിൽ സ്ക്രിപ്റ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഷൂട്ടിങ്ങിന് ഞാൻ പോയില്ല. ഞാൻ പിന്നെ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഷൂട്ടിങ്ങിന് പോകാൻ ഒക്കാതെ ആയിപ്പോയി. തീർച്ചയായിട്ടും ഞങ്ങൾ ഷെറീഫും ശശിയും ഞാനും ഒരുമിച്ചായിരുന്നു. പിന്നീട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ കൂടെ വന്നു. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുക. എപ്പോഴും ഇത് തന്നെയാണ് ചർച്ച. പിന്നെ ശശിക്ക് എന്നും സിനിമ കാണണം. അപ്പോൾ ഷോളൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് കണ്ട്, എന്നിട്ട് തിരിച്ച് നടന്നു വരുമ്പോൾ ഇതിൻ്റെ ഡിസ്കഷനാണ്. ശശി പറയും അതിൻ്റെ. അപ്പോൾ അതൊരു ലേണിംഗ് കൂടെയായിരുന്നു എനിക്ക്. അതായത് ഈ നാടകത്തിൻ്റെ തെറ്റായ ഭാരങ്ങൾ പലതും മാറ്റിക്കൊടുത്തതിൽ മധുപാട്ടനും ഐ.വി. ശശിക്കും പങ്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്ര പെർഫോമൻസ് ആയിരുന്നു അതീഷ്. റിയലിസ്റ്റിക് ആയിരുന്നു, ബിലീവബിൾ ആയിരുന്നു പെർഫോമൻസ്. ഒരു സങ്കടം വേണ്ട, അവിടെ ഞാൻ ചോദിച്ചത്. ഗോപൻചേട്ടന്റെ കാര്യം പറഞ്ഞു. ഗോപൻചേട്ടനെ കണ്ടപ്പോ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഫ്രെയിമിൽ വന്നു. ഗോപൻചേട്ടൻ 15 വർഷമായിട്ട് സിനിമയിലുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ഫ്രെയിമിൽ കണ്ടപ്പോൾ തോന്നിയത് പെട്ടത്? ഇവർ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. സുരേന്ദ്രനും ഗോപനും നല്ല ഹ്യൂമർ സെൻസ് ആയിരുന്നു രണ്ടുപേർക്കും. ഹ്യൂമർ നമ്മൾ ഈ ക്യാമറയിൽ സിനിമാറ്റോഗ്രാഫി ചെയ്യുമ്പോൾ ഫ്രെയിമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാണ്? ഇമോഷൻസ് ആണോ അതോ എന്താണ് പകർത്താൻ ഏറ്റവും ഇഷ്ടം? ഇമോഷൻസ് ഓഫ് കോഴ്സ്. ഇമോഷൻസ് ആണ്. അങ്ങനെ ആരുടെയും ഇമോഷൻ കണ്ടിട്ട് കരച്ചിൽ വന്നിട്ടുണ്ട് ആക്ടേഴ്സിന്റെ ആരുടെയെങ്കിലും നമ്മള് ഈ വൈശാലിയായിട്ട് ആദാമിന്റെ മകനെ സംസ്ഥാനം so good. സലീംക്കയുടെ ആദാമിന്റെ മകൻ അബൂല്, സലീം കുമാർക്കയുടെ എങ്ങനെയുണ്ടായിരുന്നു? അവര് കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇത് നാഷണൽ അവാർഡ് കിട്ടില്ല, കിട്ടില്ലെന്ന് അറിയില്ല, പക്ഷെ കിട്ടേണ്ട പെർഫോമൻസ് ഞാൻ അറിയായിരുന്നു. സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും എല്ലാം വാങ്ങിക്കൂട്ടിയ ഒരാളാണ്. അവാർഡുകൾ ഒരിക്കൽ പോലും പിന്നെ ഇങ്ങനെ എന്റെ സിനിമ അവാർഡുകൾ വേണം അങ്ങനെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്ന എല്ലാത്തിനും അംഗീകാരങ്ങൾ കിട്ടണം, എല്ലാത്തിനും കിട്ടുന്ന ആഗ്രഹിച്ചില്ല, പക്ഷെ കിട്ടുന്ന ആഗ്രഹിച്ച ഫിലിംസിന് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അവിടെ മധു അവാർഡല്ല സിനിമയാണ് ഇഷ്ടപ്പെട്ടത്. ഉദാഹരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ സിനിമ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് അതുവരെ ചെയ്ത സിനിമകൾക്കുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ സ്റ്റാലിൻ വിതരണം ചെയ്യുന്നത്. ആ പുരസ്കാരത്തിന് മധുവാണ്. അപ്പോൾ മധു പറഞ്ഞു ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് ഇവിടെ ഷൂട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമല്ല മധു, ഒരു ദിവസത്തേക്കല്ലേ, ഇത് നല്ല കാര്യം, ഞങ്ങളുടെയും കൂടെ അഭിമാനമാണ്, പോയി വാങ്ങിച്ചിട്ട് വരൂ, ഞങ്ങൾ കാത്തിരിക്കാം. അത് പറഞ്ഞ് ഇല്ല, ഞാൻ കാരണം ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങാൻ പാടില്ല, കൂടെ വർക്ക് ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഒരു ഫംഗ്ഷൻ ഒക്കെ ചെയ്തു, കേക്ക് കട്ട് ചെയ്തു, ആഘോഷിച്ചു. നമ്മുടെ ക്രൂവിനെ എല്ലാവരെയും വിളിച്ചിരുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞു, ഇതാണ് കമ്മിറ്റ്മെൻറ്റ്.
ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടായ മധുവിനെ ഇതിനകത്ത് വരാൻ ആഗ്രഹിച്ചത്. അത് ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. from these legends actually. സാറിന്റെ ഇതിൽ പറഞ്ഞിട്ട് എഫേർട്ട് എടുക്കും, ഞാൻ എത്ര വേണേലും എഫേർട്ട് എടുക്കും, അതിന്റെ എഫേർട്ട് എത്ര കഷ്ടപ്പെട്ട് എടുക്കും, റിസൾട്ട് ആണ് എന്നെ പ്രമിപ്പിക്കുന്നത്, റിസൾട്ടിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, ഇഷ്ടം ആഗ്രഹിച്ചിട്ട് നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ഒരുപാട് അഞ്ജലി ഫോർ എക്സാമ്പിൾ, അമരം ഫോർ എക്സാമ്പിൾ, നാഷണൽ അവാർഡ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. അഞ്ജലിക്കും അമരത്തിനും അതേ വർഷമായിരുന്നു, കിട്ടിയില്ല. കിട്ടിയില്ല, സംസ്ഥാന അവാർഡ് പോലും അതിന് കിട്ടിയില്ല. സംസ്ഥാന അവാർഡ് കിട്ടി എനിക്ക്. സംസ്ഥാന മമ്മൂക്കൊക്കെ കിട്ടാതായിരുന്നു, സാറിന് കിട്ടി. അപ്പൊ ആ ഒരു വിഷമം തോന്നി മമ്മൂക്കൊക്കെ കിട്ടാതിരുന്നപ്പോ. അതെ, നല്ല പോലെ വിഷമമുണ്ടായിരുന്നു. എനിക്ക് അല്ലാതെ നന്നായിട്ട് ഇങ്ങനെ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലൊരു ഫേവറേറ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അത് പറയാൻ വിഷമമാണ്. 260 മൂവീസ് ഒന്ന് പിക്കപ്പ് ചെയ്യുന്നത് വിഷമമാണ്. ഒരു 10-15 ഉണ്ടാവും. അത് അത്രയും പറയാന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മലയാളത്തിൽ കിട്ടിയൊരു ഭാഗ്യാണ്. 53 വർഷമായപ്പോ പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയിലെ ആൾക്കാർ ഒബ്സർവേഷൻ ആണ് ബേസിക്. അനുഭവിക്കുക, ക്രിയേഷൻ പെയിൻഫുള്ളാണ്. അപ്പോൾ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം. പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ വിജയിക്കും തോന്നുന്നുണ്ടോ? സക്സസിന്റെ ഡെഫിനിഷൻ എന്താ? ഡിഫൈൻ സക്സസ്. അതെനിക്ക് ഡിഫൈൻ ചെയ്യാൻ അത് സാറിനെ പോലുള്ള ഒരാൾക്കാർക്ക് കൂടുതൽ പറയാൻ പറ്റും. അത്രയും സക്സസ് ആയ ഒരാളാണ്. അച്ചീവിങ് യുവർ aim is success. What you aim എന്നതാണ്. എയിം അച്ചീവ് ചെയ്യണം, അതെ, അതാണ് സക്സസ്. അതെ. Importance is that how much you aim at. നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി, എത്രത്തോളം നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു അധ്വാനം ഉണ്ട് അല്ലേ? അതെ. എല്ലാ സക്സസ്ഫുൾ അറ്റംപ്റ്റും ഇൻസ്പിറേഷനാണ്. ടു വർക്ക് ഹാർഡർ. ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, ഓഫ് കോഴ്സ്. ഹാർഡ് വർക്ക് എല്ലാവരും ഒരു ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാ വേണ്ടത്. അപ്പൊ അതും ഒക്കെയാണോ? സ്മാർട്ട് ഹാർഡ് വർക്ക്. സ്മാർട്ട് ഹാർഡ് വർക്ക്. അതെ. പെട്ടെന്ന് നമുക്ക് വളരാൻ പറ്റില്ല അല്ലെ? നമ്മൾ പതിയെ എല്ലാ പെയിനും അനുഭവിച്ച് വായിക്കണം. റീഡിങ് വായിച്ച് പിൻവാതിലേക്ക് വരുവാണെങ്കിൽ എത്ര പാട്ടുകളൊക്കെ ഉണ്ടോ സിനിമയിൽ? എന്താണ് ട്രെയിലർ ഇറങ്ങിയില്ല? ഇറങ്ങിയിട്ടുണ്ട്. മൂന്ന് പാട്ടുണ്ട്. 3 പാട്ടുണ്ട്. 2 കുറച്ച് വ്യത്യാസമുള്ള പാട്ടാണ്. അതിൽ ഒരു പാട്ടിൽ ക്രിയാപദങ്ങളേ ഇല്ല. പദം, മതം, മതേതരം എന്ന് പറഞ്ഞ തരം, തരാതരം, മതേതരം. ഈ കുഞ്ഞുണ്ണി കവിതകളുടെ ഒരു സ്വാധീനമുള്ള അങ്ങനത്തെ ഒരു കൂടെ. പിന്നെ ഒരു നാടോടി ഗാനത്തിൻ്റെ ശീലമുണ്ടാക്കിയ ഒരു പാട്ട്. അതൊരു സോഷ്യൽ ക്രിറ്റിസിസം തന്നെയാണ് ആ പാട്ട് മുഴുവൻ. മാർച്ച് 6-ാം തീയതി സിനിമ ഇറങ്ങുവാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഓരോരാളും ഒന്ന് പിൻവാതിലിനെ കുറിച്ച്. അതിനു മുമ്പ് ഒരു കാര്യം, ഈ മാർച്ച് 6-ാം തീയതി യാദൃച്ഛികമായിട്ട് വന്ന ഒരു ഡേറ്റാണ്. അതാണ് മധു അമ്പട്ടൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ഒരു മധുരമായ യാദൃച്ഛികതയും ഇതിന്റെ പിന്നിലുണ്ട്. അതെപ്പോഴും ഒരു രസമാണ്. അതെ.
അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ആദരം. അതെ, ഇത്രയും തിരിച്ചിങ്ങോട്ട് ഡെഡിക്കേഷൻ കാണിച്ച ആദ്യ ലെജൻഡറി. അതെ, ഈ ഒരു ഡേറ്റെങ്കിലും അങ്ങോട്ട് കൊടുക്കുക, അറിയാതെയെങ്കിലും. ആക്ച്വലി വന്നു പോയതാണ്. ഇതൊരു നിമിത്തം. അപ്പം എന്താണ് പ്രേക്ഷകരോടൊന്ന് പറയാനുള്ള എല്ലാവരും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ പടം കാണുക എന്നുള്ളതാണ്. കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പടമല്ല ഇത് നിങ്ങളുടേതാണ്. തീർച്ചയായിട്ടും ഇത് കണ്ട് വിമർശിക്കാനും തള്ളിക്കളയാനും പ്രശംസിക്കാനുമുള്ള വക ഇതിനകത്തുണ്ട്. അത് ഓരോരുത്തരും ചിന്തിക്കുന്നതിന് അനുസരിച്ച്. ഇത് നമ്മൾ ലോക ജനാധിപത്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത്രയും വ്യത്യസ്തതയുള്ള ഭാഷകളുള്ള ജാതിയും മതവും ഒക്കെയുള്ള സ്ഥലത്തും നമ്മൾ ജനാധിപത്യം ഇത് തകരുന്നോ എന്നുള്ള സംശയം കൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ അതിനെ നമ്മൾ ദേഷ്യമല്ല, സങ്കടം കൊണ്ടാണ് ഈ ചിരി ഉണ്ടായത്. എപ്പോഴും ഈ സങ്കടത്തിൽ നിന്നുണ്ടാകുന്ന ചിരി കറുത്ത ചിരിയാണ്. ഈ കറുത്ത ചിരി ഇതിനകത്തുണ്ട്. അറ്റ്ലീസ്റ്റ് ആ കറുത്ത ചിരി ഞാൻ അനുഭവിച്ച് അതാണ് ഞാൻ ഇതിലോട്ട് ഇട്ടത്. അത് പ്രേക്ഷകർ മനസ്സിലാക്കുമെങ്കിൽ എനിക്ക് അത് തന്നെയാണ് എൻ്റെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. ഡിഫറെൻറ്റ് മൂവിയാണത്. സോ ജഡ്ജികൾ അത് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് അൺയൂഷ്വൽ മൂവി, അൺയൂഷ്വൽ വേ ഓഫ് ടെല്ലിങ് അതിൻ്റെ. Yeah, I mean, before that, like, like our producer, Preeti ma'am, like, has passed a few days ago, like Mrs. George sir, Mrs. So even then, like, the whole George sir family, Ajit, George sir, Ajit and Anu, Deepu, everyone, like, they are so dedicated towards the cinema and the work. I really hats off them for doing these promotions. Even then, like, it's not so long, like it's just a few days ago. So I really hats off them and taking forward these promotions and seriously. I mean, like, this kind of dedication towards the work, it shows, and it's really inspiring for newcomers like us. And Preeti ma'am was, like, she was a very sweet person. She used to take care of me a lot throughout the shoot. She was there with me. She had written 2 songs in the movie actually, and I really miss her. And the whole team from Pinwadil, we would like to dedicate this movie to Preeti ma'am, and we really miss her. I love you lots of love to Preeti. And please do watch our movie on March 6th. Please don't miss it. It's a different movie, unusual movie. It's a political satirical, but it's a beautiful movie. It's a whole completely, it has everything in it. And of course, Madhu sir birthday also there. So please do watch it. ഞാനത് മനഃപൂർവ്വം പറയാതിരിക്കുകയായിരുന്നു. എൻ്റെ സ്വകാര്യ ദുഃഖം മറ്റുള്ളവരിൽ ഇടരുത് എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എൻ്റെ ഭാര്യ ശരിക്കും വളരെ നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, റാങ്ക് ഹോൾഡറാണ്. അത് കഴിഞ്ഞിട്ട് PhD ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബാങ്കിൽ ജോലി കിട്ടിയത്. അന്നത്തെ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് ഇഷ്ടമല്ലാതെ ബാങ്ക് ജോലിയിൽ അവിടുത്തെ ബാങ്കിലെ സീനിയർ മാനേജറായി റിട്ടയർ ചെയ്തു. ഈ സിനിമ ഉണ്ടാക്കാൻ പ്രധാന കാരണം എൻ്റെ ഭാര്യയും 3 കുട്ടികളും. അവർ പറഞ്ഞത് ഇത്രയും മുടക്കാം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നുമില്ല, ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കടമ എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അപ്പോൾ അതിനെ വളരെ നന്ദിയോട് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇത് പൊതുജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് കിട്ടാവുന്ന സഹാനുഭൂതി എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതെന്നെ ദുഃഖിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത്. അതെ, ഇത് ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിക്കുന്നത് വരയ്ക്കും അത് മനസ്സിലായി. അതിൻ്റെ അവസാനത്തെ പേയ്മെൻറ്റ് ചെയ്തത് വൈഫ് തന്നെയാണ്. സപ്പോർട്ട് ചെയ്യുക. മാർച്ച് 6-ാം തീയതിയാണ് ഇവിടെ മൂവി സിനിമ റിലീസാണ്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി